അല്ല അന്ന് ഈ കാര്യങ്ങളൊക്കെ പറയുമ്പോഴും ഉറങ്ങിപ്പോയി എന്നൊക്കെ ഉള്ളൊരു മറുപടി. ചുമ്മാ കള്ളക്കഥ. കാരണം അവിടെ മുതൽ ഇവിടം വരെ ചേസാണ്, പിന്നെ എവിടെയാ ഉറങ്ങുന്നത്? അവർ പറയുന്ന ഇപ്പം കഴിഞ്ഞ ദിവസം മനോരമയിൽ കണ്ടത് അതിൽ കോൺട്രഡിക്ടറിയാണ്. ഒരു ബുദ്ധിയുള്ള ഒരു സ്ത്രീയാണ് എന്നാണ് ഞാൻ കരുതുന്നത്. അപ്പോൾ ഇതൊക്കെ മനസ്സിലാവും. പറയണ്ട, കൺവസ് ചെയ്യണ്ട. ചില കാര്യങ്ങൾ, ചില മൂവ്മെൻറ്റ്, അൺയൂഷ്വൽ മൂവ്മെൻറ്റിലാണ് പല കേസും തെളിയുന്നത്. അവർ പറയണത് സത്യമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അൺബിലീവബിൾ സ്റ്റേറ്റ്മെൻറ്റ്, നമ്മൾ വിശ്വസിക്കില്ല. കാരണം ചോദിക്കുന്നതിന് ഉത്തരമല്ല പറയുന്നത്. കൊണ്ടുപോകാൻ ശ്രമിക്കുമ്പോൾ ഒരാൾ മരിച്ചാൽ അത് മർഡറാണ്, ആക്സിഡൻ്റ് അല്ല. ഹലോ ആൻഡ് ഹായ് എവരി വൺ, നമസ്കാരം ആൻഡ് വെൽക്കം ടു റിയാക്ഷൻ ബൈ അരുൺ ചുള്ളിക്കൽ. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് കരുതുന്നു. വയലിസ്റ്റ് ബാലഭാസ്കറിന്റെ ദുരൂഹമരണവുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പോൾ 4ാമത്തെ വീഡിയോ ആണ് ഞാൻ ചെയ്യുന്നത്. അതിൽ ആദ്യത്തെ വീഡിയോ ചെയ്തത് ബാലഭാസ്കറിന്റെ ഡ്രൈവറായിരുന്ന അർജുൻ അറസ്റ്റ് ചെയ്യപ്പെടുന്നു. ആ സമയത്ത് സ്വർണ്ണക്കടത്തുമായിട്ടുള്ള ബന്ധത്തെക്കുറിച്ചുള്ള ആ ഒരു ദുരൂഹത വീണ്ടും ഉയർന്നു വരുന്നു. ആ സമയത്താണ്. 2ാമത്തെ വീഡിയോ ലക്ഷ്മി സാക്ഷി എന്ന മനോരമയിൽ നടന്ന ഇന്റർവ്യൂ, അതിനൊരു റിയാക്ഷനാണ് ചെയ്തത്. 3ാമത്തേത് അതിന് റെസ്പോൺസ് എന്ന രീതിയിൽ കലാഭവൻ സോബി ഒരു ഓൺലൈൻ ചാനലിന് കൊടുത്ത ഇന്റർവ്യൂ. ഇപ്പൊ ഇത് 4ാമത്തേത്. ഈ 4ാമത്തെ വീഡിയോ എടുക്കുന്നതിന് പിന്നെ ഒരു കാരണമുണ്ട്. കാരണം ലക്ഷ്മി പറയാനുള്ള നമ്മൾ കേട്ട് കഴിഞ്ഞു, കലാഭവൻ സോബി പറയുന്ന കുറിച്ചായിട്ട് നമ്മൾ കേൾക്കുന്നുണ്ട്. അപ്പൊ ഇതിലെ കോൺട്രഡിക്ഷനെ കുറിച്ച് നമ്മൾക്ക് നല്ല ധാരണയുണ്ടല്ലേ. ലക്ഷ്മി പറയുന്ന കാര്യങ്ങളുമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത കാര്യമാണ് കലാഭവൻ സോബി പറയുന്നത്. ലക്ഷ്മി പറയുന്നതിൽ അതൊരു ആക്സിഡന്റ് മാത്രമാണ്, പെട്ടെന്ന് കണ്ണു തുറക്കുമ്പോൾ ഓഫ് റോഡ് പോകുന്ന ഒരു ഫീൽ ഉണ്ടാവുന്നു, വണ്ടി ഇടിക്കുന്നു, ആക്സിഡന്റ് ഉണ്ടാവുന്നു, അല്ലാതെ വേറൊരു ആക്രമണം ഉണ്ടായിട്ടില്ല. അതുവരെ അവർക്ക് നല്ല ഓർമ്മ ശക്തിയുണ്ട്. പക്ഷേ കലാഭവൻ സോബി പറഞ്ഞ അക്കൗണ്ട് മറ്റൊന്നാണ്. ഇത് തമ്മിൽ ചേരാത്ത ചില കാര്യങ്ങൾ, ആ ഡോട്ട് കണക്ട് ചെയ്യുന്ന ഒരു ഇന്റർവ്യൂ ഇന്ന് ഞാൻ കണ്ടു. അത് റിട്ടയർഡ് പോലീസ് ഓഫീസർ ജോർജ് ജോസഫ് നൽകിയൊരു ഇന്റർവ്യൂ ആണ്. ആ ഇന്റർവ്യൂ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ ചില ഡോട്ട്സുകൾ കൃത്യമായിട്ട് കണക്ട് ചെയ്യുന്നുണ്ട്. ചില ഡോട്ട്സുകൾ എല്ലാമല്ല. അതുകൊണ്ടാണ് ആ വീഡിയോ ഞാൻ റിയാക്ഷൻ എടുത്തിരിക്കുന്നത്. ഞാൻ കൂടുതൽ അതിനകത്തേക്ക് വലിച്ചു നീട്ടുന്നില്ല. അത് അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക് പോവുകയാണ്. അപ്പോൾ അദ്ദേഹം ആദ്യം പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ ഒന്ന് സമ്മറൈസ് ചെയ്യുന്ന കുറച്ച് ദൈർഘ്യമുള്ളതായതുകൊണ്ട്, അന്വേഷിക്കാൻ വന്ന പോലീസ് ഓഫീസർക്ക് ഈ പറയുന്നത് പോലെ കലാഭവൻ സോബി പറയുന്നത് വളരെ കോൺട്രഡിക്ടറി സ്റ്റേറ്റ്മെന്റ് ആണ്, ഇതുമായിട്ട് സിങ്ക് ആവുന്ന ഒന്നല്ല എന്ന രീതിയിൽ പോയി എന്നതും, അത് പോലീസ് ഓഫീസർക്ക് ആ വിഷയം കൃത്യമായിട്ട് അനലൈസ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ്, അല്ലെങ്കിൽ ഇതിന്റെ പശ്ചാത്തലത്തെക്കുറിച്ച് കൃത്യമായിട്ട് ചിന്തിക്കാൻ ശ്രമിക്കാതിരുന്നുകൊണ്ടാണെന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ഇന്റർവ്യൂ ആരംഭിക്കുന്നത്. അതിനുശേഷം കലാഭവൻ സോബി കണ്ട കാര്യങ്ങളെക്കുറിച്ച് പറയുന്നു. അദ്ദേഹം പെട്രോൾ ബങ്കിൽ വിശ്രമിക്കാനിരിക്കുന്നു. അപ്പോൾ 4 വണ്ടികൾ തമ്മിലുള്ള മത്സരവട്ടം. അതിൽ 3 വണ്ടിയിലുള്ളവർ ഒരു വണ്ടിയിലുള്ള ആളെ ആക്രമിക്കാൻ ശ്രമിക്കുന്നു. പിന്നിലുള്ള ചില്ല് തല്ലിപ്പൊട്ടിക്കുന്ന അവർ വീണ്ടും വിട്ടുപോകുന്നു. അതിനുശേഷമുള്ള കാര്യങ്ങൾ ഇദ്ദേഹം പറയുന്നത് കേട്ടു നോക്കാം. പുറകെ പോയി സ്വല്പം 2-3 കിലോമീറ്റർ ചെന്നപ്പം അവിടുന്ന് ഒരു വണ്ടി അതിഗംഭീരമായ സ്പീഡിൽ തിരിച്ച് കൊല്ലം റൂട്ടിലോട്ട് പോകുന്നു. അപ്പോൾ ഒരെണ്ണം പോയെന്നർത്ഥം. അതെ, പോയിട്ട് ബാലവാസ് ഉൾപ്പെടെ 3 വണ്ടിയുണ്ട്. ഇയാൾ അവിടെ ചെല്ലുമ്പം അവിടെ വണ്ടി ഇടിച്ച് ആൾക്കൂട്ടും ബഹളമാണ്. സഹായിക്കാൻ വേണ്ടി ഇയാൾ അവിടെ ഇറങ്ങി, ബെൻസ് നിർത്തി ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ്. ഇയാൾ പിന്നെ കാണുന്നത് ഇയാളെ തെറി വിളിച്ച് അവിടുന്ന് ഓടിക്കുന്നതാണ്. അതെ, ഇതൊക്കെ നമ്മൾ കൂട്ടി വായിക്കണം. അങ്ങനെ ഓടിച്ചുകൊണ്ട് പോകുന്ന, അപ്പോൾ ഇയാൾ പേടിച്ച് എന്തുകൊണ്ട് ഞാൻ രക്ഷപ്പെടുത്താൻ വന്നോളൂ. ഇയാൾ പെട്ടെന്ന് കാറിലോട്ട് പോകാൻ തുടങ്ങി. അപ്പം ഇതിനുശേഷം ബാക്കി കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. അത് പിന്നിലുള്ള ഭാഗത്താണ് പറയുന്നത്. ഇടയ്ക്ക് വെച്ചത് ഡിസ്കണക്റ്റ്, അതിൻ്റെ ഇടയ്ക്ക് ബാക്കിയുള്ള വേറെ കാര്യങ്ങൾ കയറി വന്നതുകൊണ്ടാണ്. എന്തായാലും ഇത് നമ്മുടെ മനസ്സിലിരിക്കട്ടെ ഈ ഒരു കാര്യം. ഒരു വണ്ടി ആക്സിഡന്റ് ആയി കഴിയുമ്പോഴേക്കും സ്വാഭാവികമായിട്ടും ആ വണ്ടിയോട് പോകുന്ന ആൾ വണ്ടി നിർത്തി സഹായിക്കാൻ ചെല്ലും, മറ്റു വണ്ടിയിലുള്ളവരോട് ചെല്ലും. അങ്ങനെ ചെല്ലുന്ന സാഹചര്യത്തിൽ എന്തിന് സഹായിക്കാൻ ചെല്ലുന്ന ആളെ ചീത്ത പറഞ്ഞു ഓടിക്കാൻ ശ്രമിക്കണം? അങ്ങനെ ഓടിക്കാൻ ശ്രമിക്കണമെങ്കിൽ ആ ആക്സിഡന്റ് നടന്ന സ്പോട്ടിൽ വന്നു ചേർന്നവർക്ക് എന്തെങ്കിലും ഉദ്ദേശമുണ്ട്. ആ ഉദ്ദേശം നടപ്പിലാകില്ല മറ്റൊരാൾ വന്നു കഴിഞ്ഞാൽ എന്നുള്ളൊരു സാഹചര്യം ഉള്ളത് കൊണ്ടായിരിക്കും സ്വാഭാവികമായിട്ടും ഒരു തേർഡ് പേഴ്സൺ അതിനകത്തേക്ക് കയറി വരുമ്പോൾ, അല്ലെങ്കിൽ ഒരു എക്സ്ട്രാ പേഴ്സൺ അതിനകത്തേക്ക് കയറി വരുമ്പോൾ അയാളെ തെറി പറഞ്ഞു ഓടിക്കുന്ന ഒരു സാഹചര്യം വരുന്നത്. അതിലേക്ക് വരാം. പക്ഷെ ഇദ്ദേഹം ഒരു ക്രിമിനൽ ആക്ടിവിറ്റിയെ ഇതുമായിട്ട് ബന്ധിപ്പിക്കുന്നുണ്ട്. അവിടെയാണ് ഞാൻ പറഞ്ഞ ഡോട്ട്സുകൾ കണക്ട് ആവുന്നത്. നമുക്ക് അത് ഒന്ന് കേട്ടു നോക്കാം. ഈ വണ്ടി ഇടിച്ചത് 200 മീറ്ററോളം ആ താർ എൻഡിൻ്റെ സൈഡിൽ കൂടെ മണ്ണ് റോട്ടിൽ കൂടെ കൃത്യമായിട്ട് ഓടിയിട്ടുണ്ട്. ഞാൻ ആ സ്പോട്ടിൽ പോയ പിറ്റേ ദിവസം നോക്കി അവിടെ നിന്നിരുന്ന ഒരു മരത്തെ ചെന്ന് സ്ട്രൈറ്റ് അവ ഇടിക്കുകയാണ്. അപ്പോൾ 200 മീറ്ററോളം എന്തിനാണ് ട്രാക്ക് വിട്ട് ഇവൻ വണ്ടി ഓടിച്ച് ഇതേ സ്പീഡിൽ ഓടുകയാണ്. അപ്പുറത്ത് കയറി ഇതിൻ്റെ മുമ്പിൽ രക്ഷപ്പെടാമെന്ന് വിചാരിച്ച് പോയതാണ്. ചിലപ്പോഴാണ് ഈ മരം ഇടിച്ചത്. ഈ അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ ദൈവത്തിന്റെ കയ്യൊപ്പം എന്ന് പറഞ്ഞൊരു സംഭവം പറയാറുണ്ട്. ദൈവത്തിൽ എനിക്ക് വിശ്വാസമില്ല. ഞാൻ പല വീഡിയോയിൽ അത് ആവർത്തിച്ച് പറഞ്ഞിട്ടുള്ളതാണ്.
പക്ഷേ അവർ പറയുന്ന തിയറിയിൽ ഒരാൾ പറയുന്നതിൽ എന്തെങ്കിലുമൊക്കെ ഒരു ലൂപ്പ് ഹോൾ ബാക്കി ഇട്ടിട്ടുണ്ടാവും, നമ്മൾക്ക് ഒന്ന് പിടിച്ച് കയറിപ്പോലെ. അത് അന്വേഷണ ഉദ്യോഗസ്ഥർ പറയുന്നൊരു കാര്യമാണ്. കഴിഞ്ഞ ദിവസം ലക്ഷ്മി സാക്ഷി എന്ന ഇൻ്റർവ്യൂവിൽ ലക്ഷ്മി ബാലഭാസ്കർ പറഞ്ഞൊരു കാര്യം, അത് പലരും പല സ്ഥലങ്ങളും ചർച്ച ചെയ്ത്. കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ ഞാൻ അതിനെക്കുറിച്ച് പറഞ്ഞു. ഒരു ആക്സിഡൻറ്റ് നടക്കാൻ പോകുന്നത് ഒരു ക്വിക്ക് സെക്കൻഡിൽ നടക്കുന്ന ഒരു കാര്യമാണ്. വളരെ പെട്ടെന്നായിരിക്കും, നമുക്കൊരു ഒന്ന് തെറ്റിപ്പോയി ഇടിക്കുന്ന കാര്യമാണ്. ഒരു ആക്സിഡൻ്റ് ആണെന്നുണ്ടെങ്കിൽ അതല്ലാത്തൊരു കാര്യമായിരിക്കണം അവിടെ നടന്നിരിക്കുന്നത്. കാരണം ലക്ഷ്മി പറയുന്നത്, ലക്ഷ്മി പെട്ടെന്ന് ഒരു ഓഫ് റോഡ് ഫീൽഡിലേക്ക് വരുന്നു, നോക്കുമ്പോൾ വണ്ടി നിയന്ത്രണം വിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്, ഡ്രൈവർ അർജുൻ സ്റ്റിയറിംഗ് പിടിച്ചിട്ടില്ല എന്നൊക്കെ പറയുന്നുണ്ട്. ഇവർ അതിനിടക്ക് ഗിയർ ബോക്സിൽ അടിക്കുന്നു, ബഹളം വെക്കുന്നു. എല്ലാവരും ചോദിച്ച ചോദ്യം, അവിടെ ഞാനും ചോദിച്ച ചോദ്യമാണ്, ഒരു ക്വിക്ക് സെക്കൻഡ് നടക്കുന്ന ആക്സിഡൻറ്റിൽ ഇത്രയും ആക്ടിവിറ്റിക്കുള്ള സമയം എവിടെ കിട്ടും? ഇപ്പോൾ ആ ഒരു ഡോട്ടിനൊരു കണക്ഷൻ വന്നിരിക്കുന്നു. ഇത് ലക്ഷ്മി കാര്യവും കലാഭവൻ സോബി പറഞ്ഞ കാര്യവും കണക്റ്റ് ആവുന്ന ഒരു കാര്യം ഇവിടെ എത്തിയിരിക്കുന്നു. 200ഓളം മീറ്റർ വണ്ടി ഓഫ് റോഡ് ഓടിപ്പോയിട്ടുണ്ട്. അത് ഒരു പക്ഷേ ഈ പറയുന്ന ആളുകൾ, ഈ ആക്രമിക്കാൻ വന്ന ആളുകൾ, ഈ ഗോൾഡ് സ്മഗ്ലിംഗ് ആയിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആളുകൾ ഇവരെ ചേസ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. രക്ഷപ്പെടാനുള്ളൊരു ശ്രമം ഇവർ നടത്തിയിട്ടുണ്ട്. അങ്ങനെ ആയിരിക്കണം 200ഓളം മീറ്റർ ഇത് ഓഫ് റോഡ് പോയിരിക്കുന്നത്, റോഡിൽ നിന്ന് മാറി പോയിക്കൊണ്ടിരിക്കുന്നത്. അല്ലാതെ 200 മീറ്റർ ഓടിച്ച് കളിക്കാനായിട്ട് രാത്രി രസത്തിന് ഓടിക്കുന്നതല്ലല്ലോ. ആരും അങ്ങനെ പോലെ. കാരണം ഒരു ഫാമിലി ആയിട്ട് പോകുന്നവർ പരമാവധി കംഫർട്ടായിട്ടുള്ള റോഡിലൂടെ ഓടിച്ചു വിടും. നമ്മളിവിടെ ട്രിപ്പ് പോലും ചെയ്യുന്ന കാര്യമാണ്. ഫാമിലി കിടന്ന് ഉറങ്ങുകയാണെന്നുണ്ടെങ്കിൽ അവരെ ഡിസ്റ്റർബ് ചെയ്യാത്ത രീതിയിൽ ഗട്ടറൊക്കെ ഒഴിവാക്കി ഓടിച്ചിട്ടേ പോകുള്ളൂ. ആ ഒരു സാഹചര്യത്തിൽ ഇവിടെ കലാഭവൻ സോബി പറയുന്ന കാര്യവും ലക്ഷ്മി പറയുന്ന കാര്യവും കൃത്യമായിട്ട് കൂട്ടിമുട്ടുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞതിൽ ചില കാര്യങ്ങൾ കൂട്ടിമുട്ടുന്നതുകൊണ്ടാണ് ഈ ഇൻ്റർവ്യൂ റിയാക്ഷൻ വേണ്ടി എടുത്തത്. അപ്പോൾ ലക്ഷ്മി സത്യത്തിൽ അതൊരു സ്വാഭാവികമായ ആക്സിഡൻ്റ് ആണ് എന്ന് പറയുന്നതിന് വേണ്ടി പറഞ്ഞൊരു കാര്യമായിരിക്കാം. മറ്റ് ഇൻവോൾവ്മെൻ്റ് ഒന്നും ഇല്ല എന്ന് തന്നെ പറഞ്ഞത്. കാരണം എനിക്ക് നല്ല ഓർമ്മയുണ്ടായിരുന്നു അങ്ങനൊരു ആക്രമണമില്ല എന്ന് പറഞ്ഞതായിട്ട്. പക്ഷേ ഇപ്പോൾ ഈ 200 മീറ്റർ ഓഫ് റോഡ് പോയിരിക്കുന്നത് വണ്ടി ഈ ഒരു ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെടാനോ അല്ലെങ്കിൽ ചേസ് ചെയ്യാനുള്ള ശ്രമത്തിനിടയിൽ നിന്ന് ഓവർടേക്ക് ചെയ്ത് പോകുന്ന ശ്രമമായിരിക്കും നടത്തിയിരിക്കുന്നത്. അങ്ങനെ പോകുന്ന ശ്രമത്തിൽ മുന്നിലുള്ള മരത്തിലിടിച്ച് ആക്സിഡന്റ് ഉണ്ടായിരിക്കുന്നതാണ്. ബാക്കിയുള്ളത് കേട്ട് നോക്കാം. അല്ല, അന്ന് ഈ കാര്യങ്ങളൊക്കെ പറയുമ്പോഴും ഉറങ്ങിപ്പോയി എന്നൊക്കെ ഉള്ളൊരു മറുപടി. ചുമ്മാ കള്ളക്കഥ. കാരണം അവിടെ മുതൽ ഇവിടം വരെ ചേസാണ്, പിന്നെ എവിടെയാണ് ഉറങ്ങുന്നത്? ആരും ഉറങ്ങില്ല. അപ്പോൾ അതൊക്കെ വേറെ നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല. കാരണം ആ സീനിൽ ഇയാൾ കണ്ട ഒരു അൺയൂഷ്വൽ മൂവ്മെൻ്റ് ആണ്. അതാണ് ആർക്കും മനസ്സിലാകാതെ. ഇയാൾ വണ്ടി ഇടിച്ച് നിൽക്കുന്നതിൻ്റെ ഫ്രണ്ടിൽ ഒരു ബുള്ളറ്റ് മോട്ടോർ സൈക്കിൾ, അതിൻ്റെ പുറത്തൊരു തടിയൻ എന്നുള്ള വാക്ക് പറഞ്ഞാൽ ആൾക്കാർക്ക് മനസ്സിലാവും. ഒരു തടിയൻ ഇരിപ്പുണ്ട്. ഇരുന്ന് കഴിഞ്ഞപ്പോൾ ഇയാൾ നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ ഫ്രണ്ടിൽ ഒരു 10-18 വയസ്സുള്ള പയ്യൻ തടിയൻ്റെ കയ്യിൽ നിന്ന് ഒരു പൊതി വാങ്ങിച്ചുകൊണ്ട് റോഡ് ക്രോസ് ചെയ്ത് ഓപ്പോസിറ്റ് പോയി. ബാലഭാസ്കറുമായിട്ട് ഒരു ബന്ധമില്ലാത്ത കാര്യം അല്ലേ? അത് തന്നെയാണ് പോലീസും എല്ലാവരും കരുതി, CBI വരെയുള്ള. പക്ഷെ അന്ന് മുതൽ ചേസ് സ്പീഡ് പറഞ്ഞു കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് ചേസാണ്. കാരണം ഇതൊന്നും ആരും സ്റ്റഡി ചെയ്തിട്ടില്ല കേരളത്തിൽ. നമ്മളൊരു മണ്ടനായതുകൊണ്ട് ഇതെല്ലാം സ്റ്റഡി ചെയ്തിട്ടുണ്ട് എന്നാണ് ഞാൻ പറയുന്നത്. പലതും നമുക്ക് കാരണം ഇതാണ്. ഇതാണ് ഞാൻ നേരത്തെ പറയുമ്പോൾ ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞ കാര്യം. ഒരു വണ്ടി ഇടിച്ചു കയറ്റുണ്ടെങ്കിൽ അത് ആക്സിഡൻ്റ് ആണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ വേറെ വണ്ടികൾ ആ റോഡിൽ പോകുന്ന വേറെ വണ്ടികൾ നിർത്തി സഹായിക്കാൻ വരും. അവരാരും തെറി പറഞ്ഞു ഓടിക്കേണ്ട ആവശ്യമില്ല. പക്ഷേ ഇവിടെ അദ്ദേഹം പറഞ്ഞൊരു അൺയൂഷ്വൽ ആക്ടിവിറ്റി, തൊട്ടു മുന്നിൽ ഒരു ബൈക്കിലിരുന്ന തടിയുള്ള ആൾ, അയാളൊരു പയ്യന് എന്തോ കൈമാറുന്നു, അതുമായിട്ട് അയാൾ പോകുന്നു. മിക്കവാറും അതായിരിക്കണം ആ ബൂട്ടി കടത്തിക്കൊണ്ടുവന്ന സ്വർണം. അത് കൈകാര്യം ചെയ്യുന്നതിനിടയിലേക്കാണ് ഈ തേർഡ് പേഴ്സൺ ആയിട്ടുള്ള കലാഭവൻ സോബി കയറി വരുന്നത്. സ്വാഭാവികമായിട്ട് അയാൾ ഒരു ആട്ടിപ്പായിക്കും. അപ്പോൾ ഇവിടേക്ക് ഡോട്ട്സുകൾ കണക്റ്റ് ആവുന്നുണ്ട്. കുറച്ചും കൂടി ഇദ്ദേഹം ഒരു പോലീസ് ബുദ്ധിയുള്ള ആളാണല്ലോ. അങ്ങനെയൊക്കെ ഇതൊക്കെ ആ അനുഭവം കൊണ്ട് കണ്ടെത്താൻ കഴിയും. നമ്മളൊരു സാധാരണ മനുഷ്യൻ, നമ്മൾ വെറുതെ വിചാരിക്കുന്നുണ്ടാവും എന്തിനിപ്പടത്ത് വിളിച്ചത്, നീ എല്ലായിട്ട് മുൻപല്ല വൈരാഗ്യമുണ്ടോ? അല്ലെങ്കിൽ കഴിഞ്ഞ ദിവസം ഞാൻ വിചാരിച്ചു ഇത്രയും നേരമൊക്കെ ഇങ്ങനെ ആ പെണ്ണ് കണ്ണുറന്ന് കാണുന്നതെന്ന് പറയുമ്പോൾ പോലും അതൊരു ചേസിൻ്റെ ഭാഗമായിട്ടുള്ള അല്ലെങ്കിൽ ആരെങ്കിലും പിന്തുടരുന്നതിൻ്റെ ഭാഗമായിട്ടുണ്ടെന്ന് ചിന്തിക്കാനുള്ള ചിന്ത നമ്മൾക്ക് പോയില്ല. കാരണം നമ്മൾ സാധാരണ ഇതിൽ ചിന്തിക്കുന്ന ആളാണ്. പക്ഷെ ഒരു പോലീസ് ബുദ്ധിയിൽ ചിന്തിക്കുമ്പോൾ രണ്ട് കാര്യങ്ങൾ കണക്റ്റായി. ലക്ഷ്മി പറഞ്ഞതുപോലെ ഇവർ ഓഫ് റോഡ് ഫീൽഡ് എഴുന്നേറ്റിട്ടുണ്ട്, കുറച്ചു നേരം വണ്ടി പോയിട്ടുണ്ട്, ചേസ് ചെയ്യാനുള്ള ശ്രമത്തിൽ വണ്ടി ഇടിച്ചിട്ടുണ്ട്. കലാഭവൻ സോബി പിന്നാലെ വരുന്നു. ഇദ്ദേഹം ആക്സിഡന്റ് പെട്ടെന്ന് രക്ഷിക്കാൻ ചെല്ലുമ്പോൾ അദ്ദേഹത്തെ ഓടിച്ചിടുന്നു. കാരണം അവിടെ വെച്ച് ബൂട്ടി കൈമാറ്റം നടക്കുന്നുണ്ട്. ബാക്കി കണ്ടു നോക്കാം. കേരളത്തിൽ കഴിഞ്ഞ 10-30-40 വർഷമായിട്ട് അൺഎംപ്ലോയിഡ് ആയിട്ടുള്ള ധാരാളം കുട്ടികൾ 3-4 സ്റ്റേറ്റിലാണ് ഈ ചേസ് നടത്തുന്നത്. ബാംഗ്ലൂരും ഒക്കെയാണ് അതിൻ്റെ ഹെഡ് ഓഫീസ്. ധാരാളം കുട്ടികളും പുതിയ കാറിൽ എല്ലാം. ഇപ്പം കാസർഗോഡ് നിന്ന് ഒരു 50 പവനുമായിട്ട് നമ്മൾ അവിടെ വാങ്ങിച്ച് കാറൊക്കെ കയറിയാൽ തിരുവനന്തപുരത്ത് വരികയാണ് കേരള മന്ദിരം. അവിടെ 50ഓളം ചേസ് ഉണ്ടാവും.
പിടിക്കപ്പെട്ടാലും മെയിൻ ആയിട്ടുള്ള ആൾക്കാർ കിട്ടത്തില്ല. അവിടെ നിന്ന് വരുമ്പോൾ ഒരു 10-15 കിലോമീറ്റർ കഴിയുമ്പോൾ ആദ്യത്തെ അവൻ ചെറിയൊരു ബൈക്ക് കൊണ്ട് ഒന്ന് ഇടിച്ച് ഒരു ഇഷ്യൂ ഉണ്ടാക്കാം. ഇഷ്യൂ ഉണ്ടാക്കിയതിന് അത് എടുത്തുകൊണ്ട് പോകും. അത് അവിടെ സ്ലിപ്പായി കഴിഞ്ഞാൽ അവൻ അടുത്ത സ്ഥലത്തോട്ട് കൊടുക്കും. പയ്യന്നൂരോ അല്ലെങ്കിൽ കാഞ്ഞങ്ങാട് കൊടുക്കും. ഇങ്ങോട്ട് റൂട്ട് കാഞ്ഞങ്ങാട് ഇതുപോലൊന്നും പറ്റിയില്ല എന്ന് പറയുമ്പോൾ അടുത്തടുത്ത് കൊടുക്കും. കണ്ണൂർ കൊടുക്കും. കണ്ണൂർ കഴിഞ്ഞാൽ പിന്നെ കോഴിക്കോട് കൊടുക്കും. അങ്ങനെ പോവുകയാണ്. അപ്പോൾ ഇത് ഒരു 10-40 പേരാണ് കാറുമായിട്ട് തിരുവനന്തപുരം വരെ ഉണ്ട് അവർക്ക്. ഇത് അവരുടെ നിത്യമായി അവരുടെ നിത്യവൃത്തിക്കുള്ള സംഗതിയാണ് ചെയ്യുന്നത്. ഇപ്പം ഈ ഒരു ഭാഗത്ത് നമുക്ക് മനസ്സിലാവുന്ന കാര്യം, ഈ ഒരു ക്രിമിനൽ ആക്ടിവിറ്റി എന്ന് പറയുന്നത് വൻതോതിൽ നടക്കപ്പെടുന്ന ഒരു സംഭവമാണ്. 2 രീതിയിലുള്ള മോഷണമാണ് ഇവർ ചെയ്യുന്നത്. ഒന്ന്, സ്വർണ്ണമായിട്ട് പോകുന്ന വ്യാപാരികളെ തടഞ്ഞു നിർത്തി അവരുടെ നിന്നുള്ള സ്വർണം അടിച്ചു മാറ്റുക, അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ ഒരു സ്വർണ്ണക്കടത്ത് നടക്കുന്നത് മനസ്സിലാക്കി കഴിഞ്ഞാൽ അവരുടെ കയ്യിൽ നിന്ന് അതെടുത്തിട്ട് പോവുക. ഇതൊരു ചേസ് ചെയ്ത് പിടിക്കുന്ന പരിപാടി. അതാണ് അദ്ദേഹം പറഞ്ഞൊരു വാക്ക്. ഇതൊരു റോബറി ഡക്കോയിറ്റിയുടെ ഭാഗമായിട്ട് നടക്കുന്ന ഒരു കാര്യമാണ്. റോബറി ഡക്കോയിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 5 അതിലധികം പേര് ആയുധമായിട്ട് നടത്തുന്ന മോഷണമാണ് റോബറി ഡക്കോയിറ്റി എന്ന് പറയുന്നത്. പല രീതിയിലുള്ള മോഷണങ്ങളിൽ ഒരു രീതിയാണത്. എനിക്ക് തോന്നുന്നത് ഇപ്പോൾ പലരും പറയുന്നുണ്ട് ഈ സ്ത്രീ സംസാരിക്കാതിരിക്കാനുള്ള കാരണം അതിൽ ബാലു പെട്ടിട്ടുള്ളതായിരിക്കുന്നുണ്ടോ. എനിക്ക് തോന്നുന്നത് അല്ല എന്നാണ് തോന്നുന്നത്. ബാലു അറിഞ്ഞിട്ടുണ്ടാവില്ല, പക്ഷെ ഡ്രൈവർ അറിഞ്ഞിട്ടുണ്ടാവും ഇക്കാര്യം. ആ വണ്ടിയിൽ സാധനമുണ്ട്, ആ സാധനം ചേസ് ചെയ്ത് പിടിക്കാനുള്ളതാണ്. അതിനു വേണ്ടിയിട്ടാണ് ഇവർ ആദ്യം ആക്രമിച്ചത്. കാറിന്റെ ബാക്കിൽ ചില്ല് പൊട്ടിച്ച്. അതിനെക്കുറിച്ച് അദ്ദേഹം പിന്നീട് പറയുന്നതിനെക്കുറിച്ച് നമുക്ക് ആ ഭാഗത്ത് ചർച്ച ചെയ്യാം. ഇത്തരത്തിലൊരു സംഘം നടത്തിയ അക്രമത്തിലായിരിക്കണം മിക്കവാറും ആക്സിഡന്റ് സംഭവിച്ചിരിക്കുന്നത്. എന്നാൽ ആ ഓഫ് റോഡ് പോയ സംഭവമൊക്കെ ഈ ഒരു സംഘത്തിൽ നിന്ന് രക്ഷപ്പെടാൻ നടത്തിയ ശ്രമത്തിന്റെ ഭാഗമായിട്ട് സംഭവിച്ചിട്ടുള്ളതായിരിക്കണം. ആ ചേസ് ചെയ്ത സ്പോട്ടിൽ എങ്ങനെയാണ് പ്രകാശൻ തമ്പിയും അല്ലെങ്കിൽ അർജുൻ അവിടെ ഇവരെത്തിയതെങ്ങനെ, അത് നമ്മൾ ശ്രദ്ധിക്കണം. അത് കാരണം അത് അവർ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആരോ മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇത്. തീർച്ചയായും ഈ മൊബൈലിൻ്റെ കാര്യം അത് വ്യക്തമാകുന്ന കഴിഞ്ഞ ദിവസം ഈ ഇൻ്റർവ്യൂവിൽ തന്നെ പറയുന്നൊരു കാര്യം, ഈ വാലറ്റും മൊബൈലും ഉൾപ്പെടെ തമ്പിയുടെ കയ്യിലായിരുന്നു എന്ന് പറയുന്നു. പിന്നീട് വാലറ്റ് ആവശ്യപ്പെട്ട പ്രകാരം വാലറ്റ് കൊടുക്കുന്നു. മൊബൈൽ ഫോൺ എൻ്റെ കയ്യിൽ സൂക്ഷിക്കാം എന്ന് ലക്ഷ്മി തന്നെ പറയുന്നുണ്ട്, തമ്പി പറഞ്ഞതായി പറയുന്നുണ്ട്. അപ്പോൾ ഉദിക്കുന്ന ഒരു ചോദ്യമാണ്, ഈ ഫോണ് തമ്പിയുടെ കയ്യിൽ കിട്ടണമെങ്കിൽ സ്പോട്ടിൽ വേണം. അപ്പോൾ എങ്ങനെ എത്തിയെന്നുള്ളൊരു ചോദ്യം. അതിനകത്ത് വേറൊരു കാര്യം പറയാം. അയാൾ നേരത്തെ ഒരു സീൻ പറഞ്ഞു. കാരണം ആ പെട്രോൾ പമ്പിൻ്റെ അവിടെ നിന്ന് ഇങ്ങോട്ട് നോക്കുമ്പം ഒരു വാഹനം തിരിച്ചു പോയെന്ന് അയാൾ പറഞ്ഞല്ലോ ഇങ്ങോട്ട്. ഈ സ്പോട്ടിൽ വരുമ്പോൾ അതിന് മുമ്പ് അയാൾ പറഞ്ഞിട്ടുണ്ട്, പെട്രോൾ പമ്പ് മുമ്പ് വെച്ചിട്ട് ഇയാളുടെ ഈ കാറിൻ്റെ പുറകിലത്തെ ചില്ലിൽ അടിക്കുന്നുണ്ട്. അതെ, കാരണം പൊട്ടിച്ച് ഈ ബൂട്ടി അല്ലെന്നുണ്ടെങ്കിൽ സ്വർണം എടുക്കാനാണ്. ബിസ്ക്കറ്റോ ഒരു കെട്ടാരോ ഒരു ഇഷ്ടിയുടെ അത്രേ ഉണ്ടാവുള്ളൂ. അത് കൈകൊണ്ട് ഇങ്ങനെ എടുക്കാനുള്ളൂ. അതിനുള്ളൊരു ശ്രമമാണ്. പിന്നെ ആ ശ്രമം വിജയിച്ചത് ഈ വണ്ടി ഇടിച്ച ശേഷം. ഇവിടെ പൊട്ടിച്ചു, അവിടെ വെച്ച് പൊട്ടിക്കുന്നത് അയാൾക്ക് മനസ്സിലാകുന്നില്ല. എന്തിനാണ് ഇവന്മാർ വഴക്കുണ്ടാകുമ്പോൾ കാറിൻ്റെ പിന്നിലെ ഗ്ലാസ്സിലടിക്കുന്നത് എന്തിന്? അതെ, ഇവിടെയൊക്കെ കുറേയൊക്കെ നേരത്തെ പറഞ്ഞതുപോലെ ആ മൊബൈലിന്റെ കാര്യത്തിൽ എന്തുകൊണ്ട് വളരെ ലാഘവത്തോടെ ഇന്റർവ്യൂ വിട്ടു എന്നുള്ള ഭാഗം പലരും ചോദ്യം ചെയ്ത കാര്യമാണ്. അപ്പോൾ കുറെ കൂടെയൊക്കെ വ്യക്തമായിട്ട് കാര്യങ്ങൾ വരുന്നുണ്ട്. കാരണം ആ സ്പോട്ടിൽ പെട്ടെന്ന് എങ്ങനെയാണ് തമ്പി എത്തിച്ചേരുന്നത്? പ്രകാശൻ തമ്പി അവിടെ എത്തിച്ചേരുന്നു. അദ്ദേഹം മൊബൈലും പേഴ്സും ഒക്കെ കൈക്കലാക്കുന്നു. പിന്നെ കലാബോസോബി ആദ്യം കാണുമ്പോൾ ആ വണ്ടിയുടെ ബാക്കിൽ ചില്ലടിച്ചു പൊട്ടിച്ചതിനെ കുറിച്ച് പറയുന്നുണ്ട്. അങ്ങനെ ചില്ലടിച്ചു പൊട്ടിക്കുന്നത് ബാക്കിലായിരിക്കും ഈ ഗോൾഡ് ഇരിക്കുന്നത്. അവിടെ നിന്ന് എടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് ബാക്കിൽ ചില്ലടിച്ചു പൊട്ടിക്കുന്നത്. അന്നേരം എടുക്കാൻ പറ്റിയില്ല. വണ്ടി ഇവരെടുത്ത് പിന്നെയും പോയി. പിന്നീട് പിന്നാലെ ചെന്നു വണ്ടി ഇടിച്ചതിന് ശേഷമായിരിക്കണം ഇവർ ആ ബൂട്ടി കൈക്കലാക്കിയിരിക്കുന്നത്. അപ്പോൾ ഈ ലിങ്ക്ഡ് അല്ലാത്ത കുറെ കാര്യങ്ങൾ, ഓഫ് റോഡ് ഡ്രൈവിംഗ്, ഫോൺ കൈവശം വെക്കുന്നത്, കലാബോസോബി പറയുന്ന കാര്യങ്ങളൊക്കെ ഈ ഒരു പശ്ചാത്തലത്തിൽ ചിന്തിക്കുമ്പോൾ ഒരുപക്ഷെ അന്വേഷിച്ചത് ഒരു പോലീസ് ഓഫീസറാണല്ലോ. ഇത് കേട്ടാൽ തന്നെ ആൾക്കാർ വന്നാൽ പിന്നെ നിനക്ക് CBI ഓഫീസർ ആകുമ്പോൾ പോലീസ് ഓഫീസർ ആകുമെന്ന് പറയും. അപ്പോൾ അദ്ദേഹം പറയുന്ന ഒരു കാര്യം നേരത്തെയുള്ള സംശയങ്ങൾ വെച്ച് നോക്കുമ്പോൾ അത് കൃത്യമായിട്ട് കണക്ട് ചെയ്യുന്നു. അത് മാത്രമേ നമ്മളോട് പറയുന്നത്. അല്ലാതെ നമ്മൾ CBI ഓഫീസറും വേറെ ആൾ ചോദിക്കുന്നുണ്ട് നീ ആരാ ജഡ്ജ് ചോദ്യം ചെയ്യാൻ. നമ്മൾ ജഡ്ജ് സംഭവം, നമ്മളൊരു സാധാരണക്കാരനാണ്. സമൂഹത്തിൽ നടക്കുന്ന ഒരു വിഷയത്തിൽ പ്രതികരിക്കുന്ന ഒരു വ്യക്തിയാണ്. അത് പ്രതികരിക്കാനുള്ള അവകാശം എനിക്കുണ്ട്, ഇത് കാണുന്ന നിങ്ങൾക്കുണ്ട്, ആർക്കുമുണ്ട്. ഇപ്പോൾ ജഡ്ജി ആണമെന്നോ CBI ഓഫീസർ ആകണമെന്നോ അന്വേഷണ ഉദ്യോഗസ്ഥനാണോ ഒന്നുമില്ല. ഏതൊരു സാധാരണക്കാരൻ അയാളുടെ മനസ്സിൽ തോന്നുന്ന സംശയങ്ങൾ ചോദിക്കാം. ആ രീതിയിൽ ചോദിച്ചെന്ന് മാത്രം. ഈ പ്രകാശൻ തമ്പിയും മറ്റേ വിഷ്ണുവിനെ ഇവന്മാരാണ് ആങ്കറായിട്ട് പൈസ വാങ്ങുന്ന എല്ലാവരും. യുവന്മാരെ രണ്ടിനെയും മാറ്റണം എന്ന് ബാലാഭാസ്കർ പറഞ്ഞു. കോഴിക്കോട് ഒരു സ്റ്റേജ് എടുത്തപ്പം പുള്ളിക്ക് പിടിച്ചില്ല, എന്തോ സംശയം. അത് ചിലപ്പം കള്ളക്കടത്തിൻ്റെ ആയിരിക്കാം, അവിടെ വന്ന് അൺയൂഷ്വലായിട്ട് ആരെങ്കിലും വന്ന് കണ്ടതായിരിക്കാം, ഏത് വേണമല്ലോ ആകാം. പക്ഷേ അവിടെ വെച്ച്
ഇവരുടെ അടുത്ത് പറഞ്ഞു യുവമാരെ ഇനി നമുക്ക് വേണ്ട, ഇനി ആങ്കർ വേണ്ട, ഞാൻ തന്നെ സ്റ്റേജ് കൺട്രോൾ ചെയ്തോ. അപ്പോൾ ഇതെല്ലാം കൂട്ടി വായിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ അത് പറയുന്നത്. അപ്പോൾ ബാലാഭാസ്കർ അതിനകത്ത് ഇൻവോൾവ് അല്ല. ക്ലിയർ. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. എനിക്ക് തോന്നുന്നത് ബാലഭാസ്കർ ഇതിന് ഇൻവോൾവ്മെന്റ് ഇല്ല എന്ന് തന്നെയാണ്. പക്ഷേ മറ്റൊന്നും മറച്ചു വെക്കാനുള്ള ശ്രമമാണ്. ഇപ്പം എന്താ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു രീതിക്ക് ചിന്തിക്കുന്നതുകൊണ്ട് ബാലഭാസ്കറിനെ കൂടി അതിനകത്തേക്ക് വലിച്ചഴച്ച് ബാലഭാസ്കർ ഇതിനകത്ത് മോശക്കാരനായ ഒരു വ്യക്തിയായിരിക്കാം, അയാളുടെ ഫേസിനെ സംരക്ഷിക്കാൻ വേണ്ടി ആയിരിക്കാം ഇപ്പോൾ ലക്ഷ്മി കാര്യങ്ങൾ കൃത്യമായിട്ട് പറയാതിരിക്കുന്നത് എന്നൊരു വ്യാഖ്യാനം ചമച്ചെടുക്കുകയാണ്. ഇത് ലക്ഷ്മി പറഞ്ഞ വ്യാഖ്യാനമല്ല, ഞാൻ ചെയ്ത വീഡിയോയുടെ ഇടയിൽ ആ കമന്റ് വന്നിട്ടുണ്ട്, ഈ വീഡിയോയുടെ ഇടയിൽ ആ കമന്റ് വന്നിട്ടുണ്ട്. അപ്പോൾ പലരും ശ്രമിക്കുന്നത് ആ ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകാം. അങ്ങനെ പോവാതിരിക്കട്ടെ. ഇപ്പൊ ലക്ഷ്മി ചെയ്യുന്നത് നല്ല കാര്യമാണ്, അങ്ങനെ പോവാതിരിക്കട്ടെ എന്ന് കരുതിയിട്ടാണ്. പക്ഷെ എനിക്ക് തോന്നി ഇനിയിപ്പോൾ ലക്ഷ്മി കൂടുതലൊന്നും സംസാരിക്കേണ്ട കാര്യമില്ല. കാരണം ഇന്നലെ ആ ഇന്റർവ്യൂ കണ്ടപ്പോൾ ഞാൻ പറഞ്ഞു ആ ഇന്റർവ്യൂ ഒന്നും വെളിവാക്കുന്നില്ല എന്ന്. പക്ഷേ ഇന്ന് ഇദ്ദേഹം പറഞ്ഞത് കേൾക്കുമ്പോൾ എനിക്ക് തോന്നുന്നു പലതും അറിയാതെ ആ ഇന്റർവ്യൂവിലൂടെ വെളിവായിട്ടുണ്ട്. അതിലേക്ക് കുറച്ചും കൂടി വ്യക്തം വരുത്തുന്ന ഒരു കാര്യമാണ് ഇദ്ദേഹത്തിന്റെ അനാലിസിസ്. ഏത് രീതിയിൽ വേണം ഇദ്ദേഹത്തെ പറയുന്നത് വ്യാഖ്യാനിക്കാം, ഇനി ഇദ്ദേഹത്തെ വേണമെങ്കിൽ നമുക്ക് ചീത്ത വിളിക്കാം. പക്ഷെ അദ്ദേഹം പറയുന്ന കാര്യത്തിൽ സെൻസിബിളാണ്. നമ്മൾ ഏത് സിനിമയിലുള്ള കുമ്പളങ്ങി നൈറ്റ്സിൽ പറയുമ്പോൾ സജി പറയുന്നത് പോയിന്റ് ആണെങ്കിൽ നമ്മളത് അംഗീകരിക്കണം. എനിക്ക് തോന്നുന്നു ഇദ്ദേഹം പറയുന്നത് വാലിഡായ ഒരു പോയിന്റ് ആയിട്ടാണ്. പിന്നെ തൃശ്ശൂർ രാമനിലയത്തിൽ വന്ന് ആ കുഞ്ഞു കൊച്ചിന് അമ്പലത്തിൽ കൊണ്ടുപോകാനായിട്ട് തലേദിവസം 2 മുറി ബുക്ക് ചെയ്തു. അതെ അല്ലേ? അതിനുശേഷം അവിടെ ഒരു കല്യാണം എന്തൊക്കെ ഉണ്ടായിരുന്നു. ബാലാഭാസ്കറും ഭാര്യയും അവർ പാലക്കാട് ഭാര്യ വീട്ടുകാരും എല്ലാവരും അവിടെയൊക്കെ പോയി 11:30 മണിക്ക് 12 മണിക്ക് തിരിച്ച് വന്നപ്പോൾ ഈ ഡ്രൈവർ പറഞ്ഞു ഉടൻ പോകണം. അതെ, എന്താണ് സാധനം വന്നിരിക്കുന്നു, കാറെ കയറ്റി കഴിഞ്ഞിട്ടുണ്ടാവും. പക്ഷേ ഞാൻ അറിഞ്ഞത് അങ്ങനെയല്ല, അവിടെ കയറ്റിയത് ഓൺ ദ റോഡിലാണ്. അത് ലക്ഷ്മി തന്നെ പറയുന്നുണ്ട്, പല സ്ഥലങ്ങളിലും ചായ കുടിക്കാനും വെള്ളം കുടിക്കാനും. അത് ചാലക്കുടി വെച്ച് കയറ്റിയെന്ന് ഞാൻ അറിഞ്ഞു. അത് CBI ഇനി അത് റീഓപ്പൺ ചെയ്യുന്നെങ്കിൽ ഇയാളെ കോൺഫിഡൻസിലെടുത്താൽ ആ കയറ്റിയ സ്ഥലവും അന്നേരം കണ്ടയാളെ പറഞ്ഞു കൊടുക്കും. ഇത് മറ്റൊരു കാര്യമാണ്. കാരണം എല്ലാവരും ആദ്യം ചോദിച്ചൊരു സംശയമാണ്, എന്തുകൊണ്ട് ഇവർ ഹറി ചെയ്ത് വളരെ പെട്ടെന്ന്, അതായത് അടുത്ത ദിവസം വരാനിരിക്കുന്ന ഒരു കാര്യം പക്ഷേ അന്ന് തന്നെ തിരിച്ചു മടങ്ങുന്നു. അതിന് ലക്ഷ്മി പറഞ്ഞ റീസൺ 2ആണ്. ഒന്ന്, ഇവരുടെ ആരോഗ്യാവസ്ഥയെക്കുറിച്ച് പറഞ്ഞു. അപ്പം അതുകൊണ്ട് വൈകാണെങ്കിൽ സ്റ്റേ ചെയ്യാന്നാണ് പറഞ്ഞത്. വൈകിയില്ല, നേരത്തെ കാര്യങ്ങൾ കഴിഞ്ഞു. രണ്ടാമത്തേത്, ബാലുവിന് ഒരു റൂട്ടീനുണ്ട്, ആ റൂട്ടീൻ ഫോളോ ചെയ്യുന്ന ആളാണ്. എന്തൊക്കെ സംഭവിച്ചാലും അദ്ദേഹം റൂട്ടീൻ ഫോളോ ചെയ്യും. അപ്പം അതുകൊണ്ട് അതിൻ്റെ ഭാഗമായിട്ട് യാത്ര തിരിച്ചു എന്നാണ് പറയുന്നത്. ഇവിടെ ലക്ഷ്മി പറയുന്നത് അങ്ങനെ തന്നെ നമുക്ക് വിശ്വസിക്കാവുന്ന ഒരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇതറിയാവുന്ന അടുത്ത വ്യക്തി അർജുനാണ്. അർജുൻ അറിയാം ബാലഭാസ്കറിന് ഇങ്ങനൊരു അസ്കിതയുണ്ട്, റൂട്ടീൻ പിന്തുടരുന്ന ആളാണ്. മാത്രമല്ല ഇവർ ഓൾറെഡി തീരുമാനിച്ചിട്ടുണ്ട് കുഴപ്പമൊന്നുമില്ലെങ്കിൽ നേരത്തെ പോരാം. ആ ഒരു സാഹചര്യം ഇദ്ദേഹം ഉപയോഗിച്ചിട്ട് തന്നെ ആയിരിക്കണം. അവിടെ നിന്ന് അടുത്ത ദിവസം യാത്ര ചെയ്യാനുള്ള ഓപ്ഷൻ അതിൻ്റെ ആവശ്യമില്ല. കാരണം ഇദ്ദേഹത്തിന് പറയാനൊരു റീസൺ ഉണ്ട്, നിങ്ങളുടെ നേരത്തെ കഴിയുമ്പോൾ പോകുന്നാണല്ലോ പറഞ്ഞത്. അതുമാത്രമല്ല ബാലുവിൻ്റെ ആയിട്ടുള്ള റൂട്ടീൻ ഫോളോ ചെയ്യാമല്ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതിനകത്ത് വേറൊരു തർക്കമില്ല. ബാലുവിന് സംശയമില്ല, ഇവർക്ക് സംശയമില്ല, യാത്ര തുടങ്ങാം. നേരത്തെ പറഞ്ഞ സംഭവം, അതായത് സ്മഗ്ലേഴ്സിനകത്ത് ഇൻവോൾവ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവരുടെ കാര്യം ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട് നടക്കുകയും ചെയ്തോളും. ഇദ്ദേഹം പറയുന്നുണ്ട് CBI ഇത് രണ്ടാമത് റീഓപ്പൺ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് ഇൻഫർമേഷൻ തന്ന ആളെ കൊണ്ടുവരാൻ കഴിയും. ഒരുപക്ഷെ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇത് റീഓപ്പൺ ചെയ്യപ്പെടണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. റീഓപ്പൺ ചെയ്യപ്പെടണം. കലാഭവൻ സോബി പറയുന്നുണ്ട് അയാളെ ബ്രെയിൻ മാപ്പ് ചെയ്യണം, ബ്രെയിൻ മാപ്പിംഗ് നടക്കണം, ഈ രീതിയിലുള്ള അന്വേഷണം നടക്കണം. എനിക്ക് തോന്നുന്നു അങ്ങനെ പോകുമ്പോൾ ഒരു പക്ഷേ ദുരൂഹതകൾ മാറിക്കിട്ടാനായിട്ട് സാധ്യതയുണ്ട്. അവർ പറയുന്ന ഇപ്പം കഴിഞ്ഞ ദിവസം മനോരമയിൽ കണ്ടത് അതിൽ കോൺട്രഡിക്ടറിയാണ്. ഒരു ബുദ്ധിയുള്ള ഒരു സ്ത്രീയാണ് എന്നാണ് ഞാൻ കരുതുന്നത്. അപ്പോൾ ഇതൊക്കെ മനസ്സിലാവും. പറയണ്ട, കൺവസ് ചെയ്യണ്ട. ചില കാര്യങ്ങൾ, ചില മൂവ്മെൻറ്റ്, അൺയൂഷ്വൽ മൂവ്മെൻറ്റിലാണ് പല കേസും തെളിയുന്നത്. അതെ, അങ്ങനെയുള്ള മൂവ്മെൻറ്റ് ചിലതുണ്ട്. അത് അവർ പറയുന്നില്ല, പറയണമല്ലോ. അവർ മുന്നിലിരുന്നോട്ടെ കൊച്ചിനെ കൊണ്ട്, അതൊക്കെ പല കേസുകളും. പക്ഷേ പുറകിലിരുന്ന ആൾക്ക് ഇത്രയും വലിയ ഇഞ്ചുറി എങ്ങനെയാണോ ഉണ്ടാകുന്നത്? ഇതൊക്കെ നമ്മളെടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആ സ്ത്രീയെ ഉപദ്രവിക്കുകയാണ്, സൈബർ ബുള്ളിങ് ചെയ്യുകയാണെന്നൊക്കെ പറഞ്ഞു കളയും. കഴിഞ്ഞ ദിവസം ഇന്റർവ്യൂ കണ്ടപ്പോൾ തന്നെ ഒരുപാട് പേർക്ക് മനസ്സിലായ കാര്യമാണ്, സഹതാപം, സഹാനുഭൂതി എന്ന സംഭവം മാറ്റിവെച്ച് കഴിഞ്ഞാൽ അതിൽ പറയുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് കൺവിൻസിംഗ് ആയ കാര്യമല്ല എന്നുള്ളത്. ബാക്കിയെല്ലാം ഓക്കെയാണ്. ഞാൻ പറഞ്ഞത് അവരുടെ വേദനയെക്കുറിച്ച് സംസാരിക്കുന്ന, അവരുടെ സർവൈവിങ് ഇൻ മൊമെന്റ്സിനെ കുറിച്ച് സംസാരിക്കുന്നത് ഒക്കെ ജെന്യുവനായ കാര്യങ്ങളാണ്. പക്ഷേ പിന്നീട് ഈ സംഭവമായിട്ട് പറയുന്ന കാര്യങ്ങളിൽ നമ്മൾക്കത് വിശ്വസനീയമായ കാര്യങ്ങളല്ല. ഇപ്പോൾ ഓഫ് റോഡ് പോയ കാര്യം അവർ പറഞ്ഞത് ലിങ്ക എന്ന് പറഞ്ഞു. അങ്ങനെ ഓഫ് റോഡ് പോകുന്നുണ്ടെങ്കിൽ
തീർച്ചയായിട്ടും ഏതെങ്കിലും ഒരു വണ്ടി ഇവരെ പിന്തുടർന്നിരുന്നോ എന്നുള്ള കാര്യങ്ങളെക്കുറിച്ചുള്ള ഒരു സൂചനയെങ്കിലും ഇവർക്ക് പറയാൻ കഴിയും. അത് അവർ പറഞ്ഞില്ല, അവർ അവോയ്ഡ് ചെയ്തു. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഉറക്കമുണർന്ന് നോക്കുമ്പോൾ അതിന് മുന്നേ നടന്ന കാര്യം പറയേണ്ട ആവശ്യമില്ല. ഉറക്കമുണർന്ന് നോക്കുമ്പോൾ ഇതാണ് കണ്ടത്. നിയന്ത്രണം വിട്ടു പോയിക്കൊണ്ടിരിക്കുന്നു, കുറച്ചു കഴിഞ്ഞിട്ട് വണ്ടി ഇടിക്കുന്നു. അതിന് മുന്നേ നടന്ന ആക്രമണത്തെക്കുറിച്ചോ അതിന് മുന്നേ നടന്ന ചേസിനെ കുറിച്ചൊന്നും പറയേണ്ട ബാധ്യതയില്ല, കാരണം ഇവർ ഉറങ്ങിപ്പോയി. അതുകൊണ്ട് അദ്ദേഹം പറയുന്നത് ഉറങ്ങിപ്പോയി എന്നുള്ളതൊക്കെ ഒന്നും വിശ്വസിക്കാൻ പറ്റാതെ പച്ചക്കള്ളമാണെന്ന് പറയുന്നത്. എന്തിനാട്ടെ അവരിഞ്ഞ് ആ രീതിയിൽ ക്രോസ് ക്വസ്റ്റ്യൻ ചെയ്യണമെന്ന് തോന്നുന്നില്ല. കാരണം അതില്ലാതെ തന്നെ കുറേയൊക്കെ വ്യക്തത എൻ്റെ മനസ്സിലേക്ക് വരുന്നത്, പക്ഷെ കാണുന്നത് നിങ്ങളുടെ മനസ്സിലേക്ക് ഇത് വരുന്നുണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പിന്നെ കോടതി ചോദിച്ച ചോദ്യമാണ്, 21 ചോദ്യങ്ങൾ ഈ കോടതി ചോദിച്ച് CBIയോട് അന്വേഷിക്കാൻ പറഞ്ഞു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യമായിരുന്നു, മുന്നിലിരുന്നവരെക്കാൾ എന്തുകൊണ്ടാണ് പിന്നിലിരുന്ന ആൾക്ക് കൂടുതൽ പരിക്ക് പറ്റിയത്. അതെന്താണെന്നുള്ളത് കോടതി അന്വേഷിക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ആ റിപ്പോർട്ട് കോടതിയുടെ മുന്നിലുണ്ട്. അതെന്തെങ്കിലും പുറത്തു വരുമ്പോൾ നമ്മൾ അറിയുമായിരിക്കും. ഇതിനകത്ത് കൃത്യമായി ഇതൊരു റോബറി ഡക്കോയിറ്റിയാണ്. കാരണം നമ്മൾ സ്വർണ്ണമായിട്ട് പോകുമ്പം അത് തടഞ്ഞു നിർത്തി അടിച്ചു പിടിച്ച് അത് എടുത്തുകൊണ്ട് പോകാൻ ശ്രമിക്കുമ്പോൾ ഒരാൾ മരിച്ചാൽ അത് മർഡറാണ്. ആക്സിഡൻ്റ് അല്ല, ഇത് ആക്സിഡൻ്റിലാണ്. ഈ 3 പേരും അങ്ങനെ അപ്പുറത്തോട്ട് അവർക്ക് ചിന്തിക്കാൻ കഴിയുന്നില്ല. അല്ല, ഈ ഒരു തിയറി അല്ലെങ്കിൽ ഈ ഒരു ലൂപ്പ് ഹോൾ എന്തുകൊണ്ട് ലോക്കൽ പോലീസോ CBIയോ പോലും അന്വേഷിച്ചില്ല എന്ന് തോന്നുന്നു? ആളുതാമസം വേണ്ട തലയ്ക്കകത്ത്. ആളുതാമസം എന്ന് പറയുമ്പോൾ ബുദ്ധി പോരാ. ഒരുപക്ഷെ ഞാൻ പറഞ്ഞില്ല, ഇവർക്ക് ആദ്യം അദ്ദേഹം പറഞ്ഞു തുടങ്ങിയത് അങ്ങനെ തന്നെയാണ്. കലാഭവൻ സോബി പറഞ്ഞ കാര്യത്തിന് ഇവർക്ക് ലിങ്ക് ചെയ്യാൻ പറ്റിയില്ല. പക്ഷെ ഇപ്പോൾ കുറേയൊക്കെ ലിങ്ക്ഡായി വരുന്നുണ്ട്, പല കാര്യങ്ങളും ലിങ്ക്ഡായി വരുന്നുണ്ട്. ബാക്കിയുള്ളതൊക്കെ ഈ രീതിയിൽ ചിന്തിക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ ഈ രീതിയിൽ എക്സ്പീരിയൻസ് ഉള്ള ഒരാൾ അന്വേഷിച്ച് ചിലപ്പോൾ തെളിയാൻ പോകുന്ന ഒരു കാര്യങ്ങളായിരിക്കാം. എന്തായാലും ഇനിയിപ്പോൾ ലക്ഷ്മിയെക്കുറിച്ച് ഒരു സംഭവം ചെയ്യാൻ തീരുമാനിച്ചിട്ടില്ല. ഒരുപക്ഷെ ലക്ഷ്മിയെക്കുറിച്ച് പറയുന്ന അവസാനത്തെ വീഡിയോ ആയിരിക്കും ഇത്. അൺലെസ് ആൻഡ് അണ്ടിൽ വളരെ സ്പെസിഫിക്കായി എന്തെങ്കിലും ഒന്ന് വന്നിട്ടുണ്ടെങ്കിൽ അത് പറയാനുള്ള കാരണം തന്നെ ഇദ്ദേഹം പറഞ്ഞൊരു സംഭവമാണ്. അതുകൂടി കേട്ടിട്ട് നമുക്കത് കൺക്ലൂഡ് ചെയ്യാം. ഈ ഒരു വെളിപ്പെടുത്തൽ എന്നാണ് പറയുന്നത്. ആ വെളിപ്പെടുത്തൽ യാതൊരു തരത്തിലുള്ള സത്യസന്ധത ഉണ്ടാവുന്നില്ല എന്ന് തന്നെയാണ് എപ്പോഴും വിശ്വസിക്കുന്നത്. അതെ, കാരണം ഒന്നെങ്കിൽ അവർക്ക് ഇതേപ്പറ്റി ഒന്നും യാതൊരു ജ്ഞാനമില്ല, ബോധമില്ലാത്ത വലിയ അറിവില്ല ഒന്നും അങ്ങനെ കണക്കാക്കേണ്ടി വരും. അത് സിമ്പതി അതിൻ്റെ വഴിക്ക് വിട്ടേരും. അത് പറയുന്ന കേട്ടിട്ട് ഞാനിപ്പോൾ ഒന്നും മിണ്ടുന്നില്ല. പക്ഷേ ഈ കേസ് നടന്ന സംഭവം അതിൻ്റെ ആ ട്രാൻസാക്ഷൻ മുഴുവനുമായിട്ട് പൊരുത്തപ്പെടാത്ത ഒരു സ്റ്റേറ്റ്മെൻറ്റാണ്. അവരെ അങ്ങ് വിട്ടേരെ, ഒരു പ്രയോജനം ഉണ്ടാകാൻ പോകുന്നില്ല. ക്രൈംബ്രാഞ്ചിനും CBIക്കും അവരെ ഇനി അത് സത്യം തെളിയിക്കാൻ അവരെ പറയാൻ പോവുകയും വേണ്ട. എനിക്ക് തോന്നുന്നത് ഇനിയിപ്പോൾ ലക്ഷ്മി ഒന്നും പറയേണ്ടതില്ല. കാരണം ലക്ഷ്മി പറയേണ്ട സംഭവം പറഞ്ഞു കഴിഞ്ഞു. ഇതൊരു നോർമൽ ആക്സിഡന്റ് സംഭവിച്ചതല്ല, രക്ഷപ്പെടാനുള്ള ശ്രമത്തിൽ സംഭവിച്ചൊരു ആക്സിഡൻ്റാണ്. അതിന് പിന്നിൽ ഇവരെ ചേസ് ചെയ്ത് ആരൊക്കെയുണ്ട് അതിലേക്ക് വിരൽ ചൂണ്ടാൻ ഇവർ പറഞ്ഞ കാര്യങ്ങൾ തന്നെ ധാരാളമാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇനി ഒരിക്കലും അവരുടെ ആ ഒരു സ്റ്റേറ്റ്മെന്റിനെ കുറിച്ച് സംസാരിക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. ഇതുവരെ ഞാൻ പറഞ്ഞിരുന്ന അവർക്കൊന്ന് തുറന്ന് സംസാരിച്ചിരുന്നെങ്കിൽ ഇതിലേക്ക് എന്തിനു വെളിച്ചം വീണേനെ. പക്ഷേ അവർ കഴിഞ്ഞ ഇന്റർവ്യൂവിൽ തുറന്ന് സംസാരിച്ചില്ല, ഒതുക്കി വെച്ച് സംസാരിച്ചു. പക്ഷേ ഇദ്ദേഹം പറഞ്ഞതോടെ ആ ഒതുക്കി വെച്ച് പറഞ്ഞതിലേക്ക് കുറെ കൂടി വെളിച്ചം വീണു. ഇദ്ദേഹം പറഞ്ഞതുപോലെ ക്രൈംബ്രാഞ്ച് CBIയും ഇനി എത്ര അവരുടെ പിന്നാലെ പോയാലും ഇതിൽ കൂടുതലൊന്നും അവരൊന്നും കിട്ടാനില്ല. ഒരുപക്ഷെ ഇദ്ദേഹം പറഞ്ഞ അല്ലെങ്കിൽ ഈ സാധ്യതകളെ കുറിച്ചൊക്കെ ചിന്തിച്ചു പോവുകയാണെന്നുണ്ടെങ്കിൽ ഈ കേസിന്റെ ഇതുവരെ അനാവരണം ചെയ്യപ്പെടാത്ത കാര്യങ്ങൾ പുറത്തു വരും. അങ്ങനെ ഒരു പ്രതീക്ഷയോടെ ഇത് ഞാൻ കൺക്ലൂഡ് ചെയ്യുകയാണ്. എന്താണ് നിങ്ങൾക്ക് ഈ വിഷയത്തിൽ പറയാനുള്ളത്? അത് കമന്റായിട്ട് രേഖപ്പെടുത്തുക. മറ്റൊരു പ്രതികരണവുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും ബൈ ബൈ, ടേക്ക് കെയർ.